Five things you must know before you start a fashion business in 2025. Yes. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് എങ്ങനെ ഈ 2025 ഒരു ഫാഷൻ ബിസിനസ് തുടങ്ങാമെന്നുള്ളത്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ വേൾഡിൽ ഫാഷൻ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാഷൻ ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും കോമ്പറ്റീഷനും അതേപോലെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഒരു ഫാഷൻ ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്താണ് ഒരു ഫാഷൻ ബിസിനസ്സിൻ്റെ ഇന്നത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഫാഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റ് ഫോർവേഡ് ഫാഷനാണ്. അതായത് ഇന്ന് നമുക്കറിയാം കുറേ ബ്രാൻഡുകൾ സൂദിയോ അതേപോലെ റിലയൻസ് ട്രെൻഡ് അതുപോലെയൊക്കെയുള്ള ബ്രാൻഡുകൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും എന്താ പറയുക മിനിമൽ ഡിസൈൻസിലൂടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഫാസ്റ്റ് ഫാഷൻ ഏറ്റവും ട്രെൻഡിങ് ആവുന്നത്? കാരണം ഇന്ന് നമുക്കറിയാം ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽഫി ഡിജിറ്റലി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പുതിയ സ്റ്റൈൽസ് ഇടാൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ ഏറ്റവും നമ്മൾ ഡിജിറ്റലി എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ പെർസെപ്ഷൻ ഇന്ന് ബൈയിങ്ങിൽ ആ ഫാസ്റ്റ് ഫാഷനിലേക്ക് എല്ലാവരും ഇൻട്രസ്റ്റ് കാണിക്കുന്നതും അതേപോലെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ഫാഷൻ ആയിട്ട് ഇന്ന് ഇൻഡസ്ട്രി മാറിയതും. അതുപോലെ തന്നെയാണ് കൺസ്യൂമർ ബിഹേവിയറും. അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ഫാഷൻ വന്നതോടുകൂടി കസ്റ്റമേഴ്സിൻ്റെ ബൈയിങ് പാറ്റേണും മാറി. കസ്റ്റമേഴ്സ് ഇന്ന് ഫാഷനെ കാണുന്നതും മേടിക്കുന്ന രീതികൾ മാറി തുടങ്ങി, അവരുടെ പ്രിഫറൻസ് മാറി തുടങ്ങി. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ അവർ അല്ലെങ്കിൽ ബ്രാൻഡുകൾ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് നമുക്കറിയാം ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും സീംലെസ് ആയിട്ടാണ് ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ അവർ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യുന്നത്. സെർച്ച് ചെയ്തുകൊണ്ട് അവർ ഓൺലൈനിലോ ചിലപ്പോൾ അത് ഓഫ്ലൈനിലായിട്ടും മേടിക്കാൻ ചാൻസ് ഉണ്ട്. പണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആഗ്രഹിച്ച് ഒരു ഷോപ്പിൽ പോയി അവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷേ ഇന്ന് ഈ ഓൺലൈനിലൂടെ പല ടൈപ്പിൽ ഓഫ് ഫാഷൻ സ്റ്റൈൽസ് അവർക്ക് ഇപ്പോൾ കൊറിയൻ ഫാഷൻ ഇവിടെ ട്രെൻഡിങ് ആണ്. കാരണം കൊറിയൻ ഫാഷൻ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഏതൊരു ഫാഷൻ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി കൂടി ചെക്ക് ചെയ്യണം. കാരണം അവൈലബിൾ ആകുമ്പോഴാണ് നമുക്ക് ആ ഫാഷൻ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫാഷനിൽ കസ്റ്റമറിൻ്റെ ബൈയിങ് പാറ്റേണും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇന്നൊരു ഫാഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫാഷൻ പ്രൊഡക്റ്റുകൾ അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി, ഒരു സെയിൽസ് ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. കാരണം ഫാഷൻ പ്രൊഡക്റ്റ് നമുക്കറിയാം അത്രയധികം ഫാഷൻ പ്രൊഡക്റ്റുകൾ ഇന്ന് ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഡെയിലി ഫീഡ്സുകൾ വരുന്നത് നമുക്കറിയാം. എത്രയധികം ബ്രാൻഡുകളുടെ ഫീഡ്സും സ്റ്റോറീസും നമ്മളൊരു ദിവസം കാണുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താനും അതേപോലെ അത് കൺവേർട്ട് ആവാനും ഒരു കറക്റ്റ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ മാത്രമാണ് ഒരു കസ്റ്റമറെ റീടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമറെ ബൈയിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ആദ്യം തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ അവെയർ ആക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ബ്രാൻഡ് നമ്മുടെ ഉണ്ട്, ഇതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ബെനിഫിറ്റ്സും പറഞ്ഞുകൊണ്ട് ഒരു അവെയർനെസ് കൊടുത്തുകൊണ്ട് ഒരു കസ്റ്റമറിൽ ഒരു ഇൻട്രസ്റ്റ്, ഒരു ബൈയിങ് ഫ്യൂച്ചറിൽ മേടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ കസ്റ്റമറെ റീടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കൺവേർഷൻ സെയിലിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അതുപോലെ ഒരു സെയിൽസ് ഫണലും നിങ്ങൾക്ക് ഉണ്ടാവണം. അടുത്തതായി നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ കൂടുതലും കോമ്പീറ്റ് ചെയ്യാതെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കണം.
കാരണം ഇന്ന് കൊളാബറേഷനാണ് ട്രെൻഡിങ്. ഏറ്റവും നമുക്ക് നമ്മുടെ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ലൈനായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള മറ്റു ബ്രാൻഡുകളായിട്ട് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു ലിവറേജ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പുതിയൊരു ബ്രാൻഡ് ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഒരു ബ്രാൻഡ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സിമിലർ പാറ്റേണിലുള്ള മറ്റു ബ്രാൻഡുകൾ മറ്റു സർവീസുകൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനും കൂടുതൽ ഒരു ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ലാസ്റ്റ്ലി, ഡോണ്ട് എൻഗേജ് കസ്റ്റമർ, ജസ്റ്റ് എൻ്റർടൈൻ. യെസ്, അതായത് ഇന്ന് കസ്റ്റമറെ എൻഗേജ്മെൻറ്റ്സ് മാത്രമല്ല ഫാഷൻ കോണ്ടന്റ് കൊണ്ട് എൻ്റർടൈൻ ചെയ്യാനാണ് പറയുക. കാരണം കൂടുതൽ എൻ്റർടൈൻ ചെയ്താൽ മാത്രമാണ് നമുക്കറിയാം, പണ്ടൊക്കെ ഒരു കസ്റ്റമർ ലോയലായിട്ട് ഒരു ബ്രാൻഡിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് മേടിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കസ്റ്റമറിന് ഡിഫറെൻറ്റ് ചോയ്സുകളാണ്. ഞാൻ പറയുകയാണെങ്കിൽ മിക്ക കസ്റ്റമേഴ്സും ലോയലല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആസ് എ ബ്രാൻഡ് നമ്മളൊരു റോയലായിട്ട് കസ്റ്റമറെ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് കസ്റ്റമർ പിന്നെയും നമ്മുടെ നിന്ന് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല കണ്ടന്റ് വെച്ച് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഒരു കസ്റ്റമർക്ക് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ ആ കസ്റ്റമർ രണ്ടാമത് നമ്മുടെ നിന്ന് മേടിക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് കൂട്ടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2025 ഒരു സക്സസ്ഫുൾ ഫാഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അത് ഫ്ലറിഷ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് തരിക, അതുപോലെ ഫോളോ ചെയ്യുക. താങ്ക് യു.